11 മണി ആവാറായതും ഇനോഗ്രേഷൻ ചടങ്ങിന് വേണ്ടി സ്റ്റേജൊക്കെയും സെറ്റ് ചെയ്ത് തുടങ്ങി. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് ഗ്രാൻഡ് ആയിട്ടുള്ള സെറ്റപ്പ് തന്നെ ഒരുക്കിയിരുന്നു. പ്രിൻസിയും പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമാരും സ്റ്റേജിൽ ഇടം നേടിയിരുന്നു. വെൽക്കം സ്പീച്ചിന് വേണ്ടി പ്രിയ വേദിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വേദിയുടെ ഒരു വശത്തായി ചെയർമാനും UUCയും അടങ്ങുന്ന യൂണിയൻ ഭാരവാഹികളുണ്ട്. ഇതാ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വിശിഷ്ട വ്യക്തി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. ദേ അങ്ങോട്ട് നോക്കൂ. കാണികളുടെ ഇടയിലേക്ക് ചൂണ്ടി പ്രിയ എല്ലാവരുടെയും ശ്രദ്ധയും അങ്ങോട്ട് തിരിച്ചതും എല്ലാവരും തിരിഞ്ഞു നോക്കി. ബോഡി ഗാർഡ്സിന്റെ സഹായത്തോടെ ദേവദത്ത് കാണികളുടെ മധ്യത്തിലൂടെ നടന്നതും ഗസ്റ്റിനെ കണ്ട ഞെട്ടലിൽ എല്ലാവരും വായും പൊളിച്ച് നിൽപ്പാണ്. അതെ, അത് മറ്റാരുമല്ല, തെന്നിന്ത്യൻ സംഗീത ലോകം അടക്കി വാഴുന്ന സംഗീത ചക്രവർത്തി ശ്രീ ദേവദത്ത്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയയുടെ ശബ്ദം അവിടെ മുഴങ്ങി. 45-കാരനാണെങ്കിലും കാഴ്ചയിൽ വെറും 40-ൽ താഴെ മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തി. സിനിമാ നടന്മാരെ വെല്ലുന്ന സൗന്ദര്യവും ലുക്കും, ഗൗരവവും കലർന്ന ഭാവം. അയാൾ വേദിയിലെത്തിയതും വേദിയിലുള്ള മറ്റു വ്യക്തികൾ എഴുന്നേറ്റ് നിന്ന് അയാളെ സ്വീകരിച്ചു. പ്രിൻസിപ്പൽ മുകുന്ദൻ അയാളെ ഹഗ് ചെയ്തു. അയാൾ മുകുന്ദന് ഒരു പുഞ്ചിരി സമ്മാനിച്ചു. തിരിച്ച് ഹഗ് ചെയ്ത് വേദിയിലുള്ള മറ്റുള്ളവർക്ക് പുഞ്ചിരി നൽകിയെങ്കിലും പൊടുന്നനെ ആ ചിരി മാഞ്ഞു പോയിരുന്നു. വെൽക്കം സർ, പ്രിയ ദേവദത്തിന് നേരെ ഒരു ബൊക്കെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അയാൾ അവളോടൊന്ന് പുഞ്ചിരിച്ചു. താങ്ക് യു. യുവർ ഗുഡ് നെയിം പ്ലീസ്? പ്രിയയെ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. പ്രിയംവദ. നൈസ്. താങ്ക് യു പ്രിയംവദ. യു ആർ ഓൾവേസ് വെൽക്കം സർ. സർ അങ്ങോട്ടിരിക്കാം എന്നും പറഞ്ഞ് പ്രിയ ചീഫ് ഗസ്റ്റിന് വേണ്ടി ഒരുക്കിയ പ്രത്യേകമായ ഇരിപ്പിടം ചൂണ്ടിയതും അയാൾ അവിടെ ഇരുന്നു. വേദിയിലിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പേര് പ്രത്യേകം പറഞ്ഞുകൊണ്ട് പ്രിയ സ്വാഗത പ്രസംഗം നടത്തുന്നുണ്ട്. ദേവദത്തിൻ്റെ കണ്ണുകൾ പ്രിയയിൽ മാത്രമാണെന്ന് ആദ്യം ശ്രദ്ധിക്കാതിരുന്നില്ല. സ്വാഗത പ്രസംഗം കഴിഞ്ഞതും കോളേജ് ചെയർമാൻ മൈക്ക് പോയിന്റിന് മുന്നിലെത്തി. ആദ്യം സ്റ്റേജിലിരിക്കുന്ന വ്യക്തികളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. മൈക്ക് കയ്യിൽ കിട്ടിയാൽ പരിസരം മറന്ന് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആദി അന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ആരെയും ബോറടിപ്പിക്കാതെ ചെറിയ സ്പീച്ച് നടത്തി. പിന്നീട് തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയ ചീഫ് ഗസ്റ്റായ ദേവദത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. അയാൾക്കുള്ള നന്ദി വെറും വാക്കുകളിൽ മാത്രം ഒതുക്കാതെ അയാളുടെ സംഗീതത്തിലും രചനയിലും ആലാപനത്തിലും ഒരുങ്ങിയ ഹിറ്റ് പാട്ടുകൾ പാടി വേദിയെ ഒന്നടങ്കം കൈയടക്കുന്നതിനോടൊപ്പം ദേവദത്തിൻ്റെ ശ്രദ്ധയും പിടിച്ചുപറ്റി. ആദിയുടെ പാട്ട് കഴിഞ്ഞതും ദേവദത്ത് വിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതിനുശേഷം ദേവദത്ത് ചെറിയ പ്രസംഗം നടത്തി. അയാളുടെ വാക്കുകളിൽ അയാളുടെ ജീവിതാനുഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പ്രിൻസിപ്പൽ മുകുന്ദനുമായുള്ള അയാളുടെ സൗഹൃദം കൂടി അയാൾ വെളിപ്പെടുത്തിയപ്പോൾ പേര് ഞെട്ടി പണ്ടാരടങ്ങി പ്രിൻസിക്ക് യോ വിളിച്ചതും ഇതൊക്കെ എന്ത് എന്ന പോലെ പ്രിൻസി ഭാവവ്യത്യാസം ഇല്ലാതെ ഇരിപ്പുണ്ട്. പിന്നീട് പ്രിൻസിയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും യൂണിയൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പിന്നീട് യൂണിയൻ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ശേഷം ഉദ്ഘാടന പരിപാടിയുടെ ഔദ്യോഗിക കർമ്മം അവസാനിച്ചെന്ന് അറിയിച്ചു. അസോസിയേഷൻ സെക്രട്ടറി എല്ലാവർക്കും നന്ദി അറിയിച്ചു. പിന്നീട് അവിടെ വിദ്യാർത്ഥികളുടെ വിവിധ ഇനം കലാപരിപാടികൾ അരങ്ങേറി. കുറച്ചുനേരം ദേവദത്ത് പരിപാടികൾ കണ്ടിരുന്നുവെങ്കിലും പിന്നീട് മുകുന്ദൻ്റെ കൂടെ അയാൾ വേദി വിട്ടിറങ്ങി. അത് കണ്ടതും രേവതി നേരിയ ആശ്വാസത്തിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അന്നേരം അവരുടെ മനസ്സ് കലങ്ങി മറയുന്നുണ്ടായിരുന്നു. ഒരിക്കലും കണ്ടുമുട്ടരുതേ എന്ന് ആഗ്രഹിച്ച ആൾ തൻ്റെ തൊട്ടരികിൽ വന്നു നിന്നപ്പോൾ പഴയതൊക്കെയും വീണ്ടും രേവതിയുടെ മനസ്സിലൂടെ കടന്നുപോയി. നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്തി സ്റ്റാഫ് റൂമിൽ ചെന്ന് കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്നു. നൂല് പൊട്ടിയ പട്ടം കണക്കെ അവരുടെ മനസ്സ് ദിശയറിയാതെ സഞ്ചരിച്ചു തുടങ്ങി. എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നേ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു. നീ കള്ളം പറഞ്ഞ് വരുത്തിയത് ഞാൻ അങ്ങ് സഹിച്ചു. കാരണം എനിക്ക് പ്രിയയെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി എവിടെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൾ എവിടെയാണെന്ന് എന്നറിഞ്ഞിരുന്നേ ഞാൻ ഒരിക്കലും പ്രിയ ഈ കോളേജിലേക്ക് പോലും വിടില്ലായിരുന്നു. ദേവാ, രേവതിയാണ് അതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ പറഞ്ഞുള്ള അറിവല്ലാതെ ഞാൻ അവളെ നേരിലോ ഫോട്ടോയിലോ ഒന്നും കണ്ടിരുന്നില്ലല്ലോ. മതി, ആ പേര് പോലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. മതി, ഇവിടുത്തെ പഠിപ്പ് മതി, എല്ലാം മതി. അല്ലെങ്കിലും 1 വർഷത്തിൽ കൂടുതൽ ഞാൻ അവളെ ഇവിടെ നിർത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. അടുത്ത വർഷം ലണ്ടനിലേക്ക് പറഞ്ഞയക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ഞാനിവിടെ നിന്ന് പോകുമ്പോൾ കൂടെ പ്രിയയും കാണും. ഇനി ഈ നാടുമായോ ഇവിടുത്തുകാരുമായോ ഒരു ബന്ധവും അവൾക്ക് വേണ്ട. അക്കാര്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയാണ് നന്ദ. ദേവ, പെട്ടെന്ന് നീ അവളെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അതെങ്ങനെ ശരിയാവും? മുകുന്ദന് ഉള്ളിൽ വെപ്രാളവും പരവേഷവും നിറഞ്ഞു. അതെന്താ ശരിയാവാത്തത്? ഇത്രയും നാൾ ഞാൻ തീരുമാനിച്ചതുപോലെയാണ് അവളുടെ ജീവിതം മുന്നോട്ട് പോയതെങ്കിൽ തുടർന്നും എന്ത് വേണമെന്ന് എനിക്കറിയാം.
കൂടിപ്പോയ ഒരാഴ്ച, അതിനുള്ളിൽ നീ എന്തെങ്കിലും പറഞ്ഞ് അവളെ ചെന്നൈയിലേക്ക് എത്തിക്കണം. ബാക്കിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. ദേവ് പറഞ്ഞത് കേട്ടത് മുകുന്ദൻ ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. ഇതേ സമയം ഒരു ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ പ്രിയയെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആദി. ചുവരിൽ തട്ടി നിന്ന പ്രിയയുടെ ഇരു സൈഡിലും അവൻ തൻ്റെ കൈകൾ വെച്ചു അവളെ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഞാൻ കോഴിയാണല്ലേ, പിന്നെന്താ ചോക്ലേറ്റ് സീറോ, പിന്നെ സ്വയം മതിപ്പ്, താനെന്ന ഭാവം, എന്തോ വലിയ സംഭവമാണെന്ന് തോന്നൽ, ദേഷ്യക്കാരൻ, അഹങ്കാരി. ആരാടി കുരുപ്പെ കോഴി? അവൾക്ക് നേരെ പുരികം പൊക്കിക്കൊണ്ടവൻ ചോദിച്ചു. അവൻ്റെ നിശ്വാസം തൻ്റെ മുഖത്തേക്ക് തട്ടിയതും പ്രിയ ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവനെ ഒന്ന് നോക്കിപ്പോയി. അവൾക്ക് നേരെ അവൻ വിരൽ ഞൊടിച്ചതും അവൾ സ്വബോധത്തിലേക്ക് വന്നു. പറ. അത് പിന്നെ നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഒരു കോഴിയായിരുന്നെന്ന്. അതേ ഞാനും പറഞ്ഞുള്ളൂ. പ്രിയ അവനെ നോക്കി മുഖം കോട്ടിക്കൊണ്ട് പറഞ്ഞു. ശേഷം അവനിൽ നിന്നും മുഖം വെട്ടിച്ചു നിന്നു. ഹലോ, ദിങ്ങട് നോക്ക് ദിങ്ങട്. അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുകൊണ്ട് അവൻ തുടർന്നു. നീ വേറെ ഒരെണ്ണം കൂടി പറഞ്ഞല്ലോ, എന്താ അത്? ആ, കട്ടത്താടിയുള്ളവരെയാണ് നമ്മുടെ നാട്ടിലെ പെൺപിള്ളേർക്ക് കൂടുതൽ ഇഷ്ടമെന്ന്. എനിക്ക് നാട്ടിലെ മൊത്തം പെൺപിള്ളേരുടെ മനസ്സിലിരിപ്പൊന്നും അറിയണ്ട, പക്ഷെ നിൻ്റെ മനസ്സിൽ എന്താണെന്നറിയണം. നിനക്കും അങ്ങനെയാണോ? ആണെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ കട്ടത്താടി വെച്ച് നിൻ്റെ മുന്നിൽ വരാം. എങ്കിൽ നാളെ തന്നെ വരണേ, പ്രിയ കുറുമ്പോടെ പറഞ്ഞു. അത് കേട്ടതും അവൻ കണ്ണുരുട്ടി നോക്കി. നിന്നെ കയ്യിൽ കിട്ടാൻ വേണ്ടി അവന്മാർ കാത്തു നിൽപ്പാണ്, മുന്നിൽ ചെന്ന് ചാടിക്കൊടുക്കണ്ട. എന്നാലും എന്നെ ഇത്രയൊക്കെ നാട്ടിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് തരണ്ടേ? എന്താ ഇപ്പം തരിക? അത് പറയുമ്പോൾ ആദിയുടെ കണ്ണുകൾ അവളുടെ മുഖത്താകമാനം അലഞ്ഞു നടന്നു. എൻ്റെ ഈ 2 കവിളിലും ഒരു ഉമ്മ വീതം തന്നാൽ മതി, ഞാനങ്ങ് ക്ഷമിച്ചേക്കാം. ആദ്യം അതും പറഞ്ഞ് അവൾക്ക് നേരെ പുരികം പൊക്കി. ഇപ്പം കിട്ടും, നീ കാത്തിരുന്നോ. ആദി, ആരെങ്കിലും ഇങ്ങോട്ട് വരും, അതിനു മുന്നേ നീ പോവാൻ നോക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് തരികയാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാന്ന്. ഇല്ലെങ്കിൽ പ്രിയം വിട്ടുകൊടുത്തില്ല. ഇല്ലെങ്കിൽ എൻ്റെ കൈതേ അത് കിട്ടും വരെ ഇങ്ങനെ പലതും തൊട്ടെന്നും പിടിച്ചെന്നൊക്കെ ഇരിക്കും. അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു കൊണ്ടവനത് പറയുകയും അവൻ്റെ കൈകൾ അവളുടെ സാരിയുടെ വിടവിലൂടെ സഞ്ചരിച്ചു അവളുടെ വയറിനെ തഴുകിയും തലോടിയും കൊണ്ടിരുന്നു. അതോടൊപ്പം അവളുടെ കവിളിലും കാതിലും തോളിലും അവൻ മുഖമുരസിക്കൊണ്ടിരുന്നു. ആദി വേണ്ട, അവൾ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. അവളുടെ വാക്കുകൾ വകവെക്കാതെ ആദി അവൻ്റെ കൈകൾ അവിടുന്ന് മുകളിലോട്ട് ചലിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ കൈകളുടെ സഞ്ചാര ദിശയ്ക്കനുസരിച്ച് അവൻ ഒന്നുകൂടി അവളിലേക്ക് അമർന്നു. ആദി, എന്താ ഇത്? എന്ത്? അവൻ കുസൃതിച്ചിരിയാലെ ചോദിച്ചു. അവൻ്റെ കൈ പിന്നെയും പുതിയ തീരം തേടി തുടങ്ങി. പിന്നീട് അവളിൽ നിന്ന് തിരിച്ചൊരു പ്രതികരണവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ആദി മുഖമുയർത്തി അവളെ നോക്കുമ്പോൾ അവൾ ഇരു കണ്ണും ഇറുകെ പൂട്ടി നിൽപ്പുണ്ട്. നീർത്തുള്ളികൾ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് കണ്ടതും അവളിൽ നിന്നുള്ള ആദിയുടെ കൈകൾ താനെ അയഞ്ഞു പോയിരുന്നു. എന്നിട്ട് അവൾ കണ്ണ് തുറന്നതേയില്ല. തൻ്റെ പ്രവൃത്തി അവളെ വേദനിപ്പിച്ച് കാണും എന്ന് തിരിച്ചറിഞ്ഞ ആദി തൻ്റെ ഇരു കൈത്തലവും അവളുടെ ഇരു കവിളിലും ചേർത്ത് വെച്ച് നേർമയായി അവളെ ഒന്ന് വിളിച്ചു. പ്രിയ, പ്രിയ, എന്തിനാ കരയുന്നത്? എന്നിട്ടും അവളിൽ നിന്നും പ്രതികരണമൊന്നുമില്ല എന്നറിഞ്ഞതും ആദിയിൽ വേദന നിറഞ്ഞു. പ്രിയ, ഇങ്ങോട്ട് നോക്ക്. പ്രിയ, പ്ലീസ്, ഇഷ്ടമായില്ലെങ്കിൽ സോറി, ഒന്ന് ഇങ്ങോട്ട് നോക്ക് പെണ്ണേ. ആദിയുടെ സ്വരം ചെറുതായി ഇടറി തുടങ്ങി. അവൻ്റെ സ്വരത്തിൽ വന്ന മാറ്റം തിരിച്ചറിഞ്ഞ പ്രിയ കണ്ണു തുറന്നു. അവളുടെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. പടർന്നു കിടക്കുന്ന കൺമഷി കണ്ടപ്പോഴാണ് അവൾ കണ്ണെഴുതിയിരിക്കുന്നു എന്ന കാര്യം പോലും ആദി ശ്രദ്ധിച്ചത്. അവൾക്ക് ഇതുപോലുള്ള ശീലങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ സാരി ഉടുത്തത് കൊണ്ടാവാം ചെറുതായി ഒരുങ്ങി വന്നത് അവൻ ചിന്തിച്ചു പോയി. ആദി എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണല്ലേ? പക്ഷേ ഞാൻ ആദിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇതൊന്നും അല്ല. എനിക്ക് ആദി ഇഷ്ടമാണ്, ഞാൻ ആദിയുടെ ഭാര്യയാണ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്, എല്ലാം ശരിയാണ്. നമ്മുടെ പ്രായം എത്രയാണെന്ന് ആദിക്ക് അറിയാമല്ലോ. ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ വേണ്ട ആദി, എനിക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതും ഈ കോളേജിൽ വെച്ച് ഇങ്ങനൊരു സിറ്റുവേഷൻ ആരെങ്കിലും നമ്മളെ കണ്ട എന്താ കരുതുക? അല്ലെങ്കിലേ നമ്മൾ അത്യാവശ്യം ചീത്തപ്പേരൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അന്നത്തെ ആ വീഡിയോ അതിനൊരുപാട് ഹേർട്ട് ചെയ്തിരുന്നു. പിന്നെ ആദിക്ക് വിഷമം ആവണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാഞ്ഞത്. ആദി എന്നെ എത്രയൊക്കെ വേദനിപ്പിച്ചാലും എന്തൊക്കെ ചെയ്താലും എനിക്ക് ആദ്യം വെറുക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും പ്രിയയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു തൂവി.
ഇതൊക്കെ കേട്ടതും അവൻ അവളിൽ നിന്നും കുറച്ചകലം പാലിച്ചു നിന്നുകൊണ്ട് അവളുടെ നിറഞ്ഞ കണ്ണുകൾ തൻ്റെ കൈവിരലാൽ ഒപ്പിക്കൊടുത്തു. പ്രിയ, സോറി, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അന്നേരത്തെ തമാശക്ക് ചെയ്തു പോയതാ, അല്ലാതെ നിന്റെ ശരീരത്തോടുള്ള ഭ്രമം കൊണ്ടൊന്നുമല്ല ഞാൻ ചെയ്തത്. സത്യം, ഞാൻ കാരണം ഭംഗിയിലെഴുതിയ കണ്ണൊക്കെ ആകെ അലങ്കോലായല്ലോ. ഇനിയിപ്പോൾ ഇത് തുടച്ചു തരുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതും പറഞ്ഞ് തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും തൂവാലെടുത്ത് അവളുടെ പടർന്നു കിടക്കുന്ന കൺമഷിയൊക്കെയും തുടച്ച് വൃത്തിയാക്കി കൊടുത്തു. തെന്നി മാറിയ സാരിയും പാറിപ്പറന്ന മുടിയും ഒക്കെ ഒതുക്കി കൊടുത്ത് അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞതും അവൾ ഒന്നും പറയാതെ അവനൊന്ന് നോക്കി. പൊയ്ക്കോന്നേ, ഞാൻ പിന്നാലെ വന്നോളാം. അവളുടെ കവിളിൽ പതിയൊന്ന് തട്ടിക്കൊണ്ടവൻ പറഞ്ഞതും പ്രിയ രണ്ടടി മുന്നോട്ട് വെച്ചു. പിന്നീട് നടത്തം നിർത്തി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവളെ തന്നെ നോക്കി നിൽപ്പായിരുന്നു. ആ നിൽപ്പ് കണ്ടതും പ്രിയയ്ക്ക് എന്തോ ചെറിയ വിഷമം തോന്നി. വീണ്ടും അവൻ്റെ അരികിലേക്ക് നടന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയയെ കണ്ട് ആദ്യ ചോദ്യഭാവത്തിലൊന്ന് നോക്കി. അവനോടൊന്നും പറയാൻ നിൽക്കാതെ അവൾ അവൻ്റെ ഇരു കവിളിലും അമർത്തി ചുംബിച്ചു. അവളുടെ നനുത്ത ചുണ്ടുകൾ അവൻ്റെ ഇരു കവിളിലും അമർന്നു. പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇനി ഇത് പ്രതീക്ഷിക്കരുതേ, നിന്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ എനിക്കെന്തോ സഹിച്ചില്ല. ശേ, ഇതിപ്പോൾ എന്നെ നന്നാവാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക? നീ പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. എൻ്റെ മനസ്സ് എപ്പോഴാ മാറുക എന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. പൊയ്ക്കോ. അത് കേട്ട് പ്രിയ സ്വയം ഒന്ന് നെറ്റിക്ക് അടിച്ചുപോയി. ആ നിഷ്കളങ്കമായ നിൽപ്പും ചിരിയും കണ്ടപ്പോൾ ഞാൻ കരുതി നിനക്ക് അല്പം വിവരം വന്ന് കാണുമെന്ന്. എവിടെ, നീ നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പ്രിയ അത്രയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അവൾ പോയതും പിന്നാലെ ആദ്യം ഇറങ്ങി. ഗസ്റ്റിനുള്ള ഉച്ചഭക്ഷണം എത്തിക്കുക യൂണിയൻ്റെ ചുമതലയായിരുന്നു. അതിനാ ഗസ്റ്റ് റൂമിലേക്ക് ഫുഡുമായി ചെന്നതായിരുന്നു ആദ്യം ഗോകുലും. അന്നേരം മുകുന്ദനുമായി സംസാരിക്കുകയായിരുന്നു ദേവ്. പെർമിഷനോടെ അകത്ത് കയറിയ ഇരുവരെയും ദേവ് ഒന്ന് നോക്കി. താനല്ലേ നേരത്തെ വേദിയിൽ പാടിയത്? തനിക്ക് നേരെ വന്ന ദേവിൻ്റെ ചോദ്യം കേട്ട് ആദ്യം ചെറുചിരിയാലെ അതേയെന്ന് പറഞ്ഞു. It was so beautiful and there is something special about your voice. Thank you, sir. ദേവിൻ്റെ വാക്കുകൾ കേട്ട് ആദി പുഞ്ചിരിയോടെ നന്ദി പറഞ്ഞു. ഇതെൻ്റെ ഇവിടുത്തെ വിസിറ്റിംഗ് കാർഡാണ്. കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവും. അതിനിടയിൽ താൻ എന്നെ വന്നൊന്ന് കാണണം. തീർച്ചയായും സർ. അത്രയും പറഞ്ഞ് ആദ്യം ഗോകുലും അവിടെ നിന്ന് ഇറങ്ങി. ദേവും ആദ്യം തമ്മിലുള്ള സംഭാഷണം കേട്ട് മുകുന്ദന് ചെറിയൊരു ആശ്വാസമായി. 2 ദിവസത്തിനുള്ളിൽ ആദിയുടെയും പ്രിയയുടെയും കാര്യം അവതരിപ്പിക്കാം എന്നുള്ള വിശ്വാസത്തിൽ അയാൾ ആഞ്ഞൊരു ശ്വാസം വലിച്ചു. ഇനിയും തനിക്കിവിടെ നിൽക്കാൻ ആവില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് രേവതി തൻ്റെ ബാഗും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. രേവതി പാർക്കിംഗ് ഏരിയയിലെ തൻ്റെ കാറിനരികിലേക്ക് നടന്നതും അവിടെ നിന്ന് കോൾ ചെയ്യുകയായിരുന്ന ദേവിനെ കണ്ട് അവളൊന്ന് പതറി. വീണ്ടും അയാൾക്ക് മുന്നിൽ വന്നു പെട്ടല്ലോ എന്നോർത്ത് അവൾ സ്വയം പഴിക്കാൻ തുടങ്ങി. തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവിടെ നിന്ന് നടന്നു നീങ്ങുന്ന ദേവിനെ കണ്ടതും അവളുടെ ഉള്ളം വിങ്ങി. ഏതോ ഒരു ഉൾപ്രേരണയിൽ അറിയാതെ അവനെ ഒന്ന് വിളിച്ചു. ദേവ്. ആ വിളി അവന് അരോചകമായി തോന്നി. വലിഞ്ഞു മുറുകിയ മുഖവുമായി അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. നോ, ദേവ് ദത്ത്, അതാണെൻ്റെ പേര്. താങ്കൾ ആരാണ്? മനസ്സിലായില്ല. ദേവ്, ഞാൻ. മിണ്ടരുത്. അച്ഛനും മക്കളും കൂടി എന്നോട് ചെയ്തതേ ഞാനൊന്നും മറന്നിട്ടില്ല. നീ ഇവിടെ ഉണ്ടാവും എന്നെനിക്കറിയില്ലായിരുന്നു. എങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു. അത്രയും മാത്രം പറഞ്ഞ അയാൾ തൻ്റെ ഫോൺ ചെവിയിലടിപ്പിച്ചു നടന്നു നീങ്ങി. അവനിൽ നിന്നും ഇതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അവൾക്കതൊരു വേദനയായി തോന്നിയില്ല. ഇതിനേക്കാളും എത്രയോ വേദന സഹിച്ചവളാണ് താൻ എന്നും മനസ്സിൽ പറഞ്ഞു രേവതി തൻ്റെ കാറിൽ കയറി അവിടെ നിന്ന് പോയി. എന്നാൽ രേവതിയെ പിന്തുടർന്ന് വന്നിരുന്ന പൂജയും മിന്നും അവരുടെ സംസാരം ശ്രദ്ധിച്ച് അവിടെ ഒരു ഭാഗത്തുണ്ടായിരുന്ന കാര്യം അവർ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് പെൺപിള്ളേരുടെ ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് നടന്നത്. ദേവദത്തിന് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന് ബോയ്സിൻ്റെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് മത്സരം സെമി ഫൈനൽ വരെ എത്തി നിന്നു. ആദ്യ സെമിയിൽ വിജയിച്ച പ്രിയയുടെ ടീമായ BSc പിള്ളേർ ഫൈനലിൽ പ്രവേശിച്ചു. BCom BBA പിള്ളേരടങ്ങുന്ന കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള രണ്ടാം സെമി ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം സെമി കഴിഞ്ഞു 1 മണിക്കൂർ നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഫൈനൽ മത്സരം നടക്കുന്നതായിരിക്കുമെന്ന് അനൗൺസ് ചെയ്തിരുന്നു. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞിരിക്കുന്നു. സെമിയിൽ ജയിച്ചതും പ്രിയയും പൂജയും നയനയും വാഷ്റൂമിലേക്കെന്നും പറഞ്ഞ് പോകുന്നതാണ്. തിരികെ ഗ്രൗണ്ടിലേക്ക് മടങ്ങാൻ നേരം താൻ ആദ്യം കണ്ടിട്ട് ഇങ്ങോട്ടുള്ളൂ, ആദ്യം ഒന്നിങ്ങോട്ട് പറഞ്ഞു വിടണേ എന്നും പൂജയോട് പറഞ്ഞ് പ്രിയ അല്പം മാറി നിന്നു. പ്രിയ പറഞ്ഞത് പ്രകാരം പൂജ ആദ്യം അങ്ങോട്ട് വിടുകയും ചെയ്തു. പക്ഷെ അവർ പറഞ്ഞ സ്ഥലത്ത് ആദ്യം എത്തുമ്പോഴേക്കും പ്രിയ അവിടെ ഇല്ലായിരുന്നു. അവൻ പ്രിയ അവിടെ മുഴുവൻ അന്വേഷിച്ചു. എങ്കിലും അവൾ അവിടെ എവിടെയും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ആദ്യം ഗ്രൗണ്ടിലേക്ക് തിരിച്ചു പോയി.
അവിടെയും അവന് പ്രിയയെ കണ്ടില്ലായിരുന്നു. ആദി പൂജയുടെ വിവരം പറഞ്ഞതും പൂജയും മിന്നുവും നയനയും കൂടി ആദിയുടെ കൂടെ പ്രിയയെ അന്വേഷിച്ചിറങ്ങി. അവർ കോളേജ് മുഴുവൻ അന്വേഷിച്ചുവെങ്കിലും പ്രിയയെ കണ്ടെത്താൻ പറ്റിയില്ല. ആദിയുടെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി. പിന്നീട് അത് ചെന്നെത്തിയത് മനുവിലേക്കും. ആദ്യ തൻ്റെ ഫോണെടുത്ത് ശ്യാമിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ശ്യാമും ഷെബിയും ഗോകുലും മനുവുമായി അങ്ങോട്ട് വന്നു. കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു മൂവരും മനുവുമായി വന്നത്. മനുവിനെ കണ്ടതും ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി. എവിടെയാടാ പ്രിയ? ആദിയുടെ ചോദ്യം കേട്ട് മനുവിന് പുച്ഛമാണ് തോന്നിയത്. പ്രിയ എവിടെയാണെന്ന് ഇവർക്കോ നിനക്കോ അറിയില്ലേ, എനിക്കിങ്ങനെ അറിയാനാണ്? മനുവിൻ്റെ പുച്ഛം കലർന്ന വാക്കുകൾ ആദ്യം ഒന്നുകൂടി ദേഷ്യം പിടിപ്പിച്ചു. ഡാ, നീ കൂടുതൽ കളിക്കല്ലേ, നിനക്കെന്നെ അറിയില്ല. നീ അറിയാതെ ഒന്നും നടക്കില്ല. മനുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ ആദിയുടെ പിടി വീണു. അത് മനുവിന് ഇഷ്ടമായില്ല. അവൻ ആദ്യെ പിടിച്ചു തള്ളി. ഡാ! ആദ്യം മനുവിന് നേരെ വീണ്ടും പാഞ്ഞു വന്നു. ആദ്യം മനുവിൻ്റെ കഴുത്തിൽ പിടിമുറുക്കിയപ്പോൾ മനു തിരിച്ചും ആദിയുടെ കഴുത്തിന് പിടിച്ചു. ആദ്യം നീ ഈ സമയത്ത് കാണിക്കുന്നത് വെറും മണ്ടത്തരാണ്. നിന്നെ പോലെ എനിക്കും അവൾ ജയിക്കുക എന്ന് തന്നെയാണ് ആഗ്രഹം. അവൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അവൾ ഞങ്ങളുടെ പാർട്ടിയുമാണ്. നിന്നോട് എനിക്ക് ദേഷ്യമുണ്ടെന്ന് വെച്ചേ എനിക്ക് അവളോട് ഒരു ദേഷ്യമില്ല. ദേഷ്യമുള്ളവരിതേ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. നയന അവളോട് ചോദിച്ചു നോക്ക് പ്രിയക്ക് എന്താണ് സംഭവിച്ചതെന്ന്. അവളും നിന്റെ കൂട്ടുകാരി നിമിഷയും കൂടി അവൾ എന്തെങ്കിലും ചെയ്തുവോ എന്ന് ചോദിക്ക്. ഇരുവരും തമ്മിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കണ്ടതാ. നിമിഷ അവൾ നിനക്ക് വേണ്ടിയേ പ്രിയെ കൊല്ലാൻ വരെ മടിക്കില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. ഇനിയും നീ എന്നെ സംശയിച്ച് സമയം കളയും തോറും പ്രിയയുടെ ജീവൻ കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുകയുള്ളൂ. അത് കേട്ടതും മനുവിൻ്റെ മേലെയുള്ള ആദിയുടെ പിടി അയഞ്ഞു. ആദി നയനയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇവൻ ഈ പറഞ്ഞത് സത്യമാണോ? നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ആദിയുടെ ചോദ്യവും അന്നേരത്തെ ഭാവവും നയനയെ ശരിക്കും ഭയപ്പെടുത്തി. ആദ്യമായിട്ട് ആദ്യം പിന്നെ കുറച്ച് ദിവസം മുന്നേ നിമിഷ ചേച്ചി എൻ്റെ മുന്നിൽ ഒരു ആവശ്യമായി വന്നിരുന്നു. കളിക്കിടയിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഫൗളൊക്കെയും വരുത്തി ഞങ്ങളുടെ ടീമിനെ തോൽപ്പിക്കണമെന്ന്. അന്ന് പ്രിയോടുള്ള ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ആ ചേച്ചിയോട് സമ്മതിച്ചു പോയി. അങ്ങനെയാണ് ഞാൻ കുറച്ച് ദിവസം രേവതി ആൻറ്റിയുടെയും ഇവരുടെയും കൂടെ താമസിക്കാൻ പോകുന്നത്. അന്ന് എനിക്ക് പ്രിയ തന്ന സ്നേഹം, സൗഹൃദം, പരിഗണന ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ദേഷ്യവും പകയൊക്കെ മറന്നു പോവുകയായിരുന്നു. അവളുടെ ഉള്ളിലെ നന്മ തിരിച്ചറിയുകയായിരുന്നു. പിന്നീട് ഞാൻ ഇവരിൽ ഒരാളായി മാറുകയായിരുന്നു. പിന്നീട് പ്രിയെ ചതിക്കണമെന്ന ആഗ്രഹം തന്നെ ഞാൻ ഒഴിവാക്കിയായിരുന്നു. പക്ഷെ ഇന്ന് കളി തുടങ്ങും മുന്നേ ആ നിമിഷം ഇതേ ആവശ്യം പറഞ്ഞ് എന്നെ കാണാൻ വന്നിരുന്നു. അവളോട് ഞാൻ എതിർത്തൊന്നും പറയാൻ നിന്നില്ല. കാരണം ഞാൻ അവളുടെ കൂടെ നിൽക്കില്ല എന്നറിഞ്ഞാൽ അവർ വേറെ വഴി സ്വീകരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അറിഞ്ഞുകൊണ്ട് പ്രിയ ഒരു അപകടത്തിലേക്ക് തള്ളിയിടാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. മനസ്സുകൊണ്ട് പ്രിയയും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെയും ചതിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. എനിക്കിതിൽ കൂടുതൽ ഒരു പങ്കുമില്ല. സത്യം. എനിക്കിപ്പോൾ പ്രിയ ഒരുപാട് ഇഷ്ടമാണ്. ഇവരെയും. അത്രയും പറഞ്ഞപ്പോൾ നയന കരഞ്ഞു പോയിരുന്നു. അവളുടെ വാക്കുകളിൽ അന്നേരം 100% സത്യസന്ധത കലർന്നിരുന്നു. പൂജയും മിന്നും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് കേട്ടതും ഷെബിയും ഗോകുലും നിമിഷയെ തന്ത്രപരമായി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. എന്താ പ്രശ്നം? നിമിഷ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ഓഹ്, അവൾക്കൊന്നും അറിയില്ലെന്ന്. എന്തോ ഒരു നിഷ്കളങ്കത. ഈ വർഷത്തെ നിഷ്കളങ്കതക്കുള്ള അവാർഡേ നിനക്കെന്നെ തന്നേക്കാം. ഗോകുൽ നിമിഷയുടെ കരണം നോക്കി ഒന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആദി, ഇവൻ എന്നെ അടിച്ചത് നീ കണ്ടില്ലടാ. എന്താടാ കാര്യം? എനിക്കൊന്നും അറിയില്ല. നിമിഷ വീണ്ടും നിഷ്കുവായി. എൻ്റെ പ്രിയ, അവളെവിടെ? പ്രിയ എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാനാണ് ആദി? ആദിയുടെ മുഖം ഒന്നുകൂടി വലിഞ്ഞു മുറുകി. അവൻ നിമിഷയുടെ മറ്റേ കാരണം കൂടി പുകച്ചു. നിനക്കറിയില്ലല്ലേ? എനിക്കറിയാടി നിന്റെ മനസ്സിലിരിപ്പ്. നിന്റെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കാനും പോണില്ല. ഈ ആദിയുടെ മനസ്സിനും ശരീരത്തിനും ഒരേ ഒരു അവകാശമുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. അതെൻ്റെ പ്രിയാണ്. പറ, എവിടെ അവൾ? നീ എന്താ അവളെ ചെയ്തത്? നിമിഷയിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതും ആദിയുടെ കൈ പിന്നെയും അവളുടെ കവളിൽ അമർന്നു. ആദി, നീ എത്ര വേണേലും അടിച്ചോ. നീ അടിക്കുമ്പോൾ എനിക്കത് തലോടലായിട്ടാണ് തോന്നുന്നത്. നിന്റെ തലോടലിന് വേണ്ടി ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നെന്നോ. എനിക്ക് നിന്നെ വേണം ആദി. അതിനുവേണ്ടി ഞാൻ അവളെ കൊല്ലാനും തയ്യാറാണ്. എനിക്ക് നിന്നെ വേണം. ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് നീ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാ. ഇവിടം വിടുന്നതിന് മുൻപ് ഞാൻ നിന്നോടെല്ലാം പറയാനിരുന്നതുമാണ്. അപ്പോഴാണ് അവൾ, പ്രിയ, നിന്റെ നെഞ്ചിൽ കയറി കൂടുന്നത്. ഛേ! ആദിക്ക് നിമിഷയുടെ മുഖത്തേക്ക് തന്നെ നോക്കാൻ അറപ്പ് തോന്നി. ആദ്യം മുഖം തിരിഞ്ഞു നിന്നു. പറയടി, പ്രിയ എവിടെ? ശ്യാം നിമിഷക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ശ്യാം, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ. നിനക്ക് എന്നേക്കാൾ വലുതാണ് അവള്. നിങ്ങളെയൊക്കെ അവളിന്ന് എത്ര കളിയാക്കിയത്. എന്നിട്ട് നിങ്ങൾക്കൊക്കെ അവളാണ് വലുതല്ലേ? അതേടി,
ഞങ്ങൾക്ക് വലുത് അവൾ തന്നെയാ. കാരണം അവൾ ഇവൻ്റെ പെണ്ണാ. ഞങ്ങളുടെ 3 പേരുടെയും പെങ്ങൾ. അവൾ എന്ത് കാണിച്ചാലും ഞങ്ങളങ്ങ് സഹിക്കും. നിന്നെപ്പോലെ തന്തയില്ലായ്മ അവൾ കാണിച്ചിട്ടില്ല. നിന്നെ ഒരു കൂടെ പിറപ്പിനെ പോലെ കരുതി സ്നേഹിച്ച ഇവനെ നീ പ്രണയിച്ചു. അതാണ് ഏറ്റവും വലിയ തന്തയില്ലായ്മ. ഇവൻ ഒരിക്കൽ പോലും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എത്രയോ തവണ നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവൻ പ്രണയത്തെക്കുറിച്ചും ഇവൻ്റെ സങ്കല്പത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും നിനക്ക് നിന്നെ കാണാൻ പറ്റിയിട്ടുണ്ടോ? എന്നിട്ട് നിനക്ക് ഇവനോട് പ്രണയമാണ് പോലും. പ്രണയം എന്നത് എല്ലാവർക്കും എല്ലാവരോടും തോന്നുന്ന ഒന്നല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് ശ്യാം നിമിഷയെ പറഞ്ഞ് തിരുത്താൻ നോക്കി. നിങ്ങളിനി എന്നെ കൊന്നാലും ശരി, പ്രിയ എവിടെയാണെന്ന് നിങ്ങൾ എൻ്റെ നാവിൽ നിന്നും അറിയാൻ പോണില്ല. നിമിഷയുടെ മുഖത്ത് ക്രൂരഭാവം നിറഞ്ഞു. എടാ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? പെണ്ണായിപ്പോയി, ഇല്ലെങ്കിൽ തല്ലി പറയിപ്പിക്കായിരുന്നു. നിമിഷയ്ക്ക് നേരെ പുച്ഛം കലർന്ന നോട്ടം നൽകിക്കൊണ്ട് ഷെബി പറഞ്ഞു. ആദ്യേട്ടാ, നേരത്തെ ഇവരുടെ കൂടെ നിങ്ങളുടെ പാർട്ടിയിലെ ആ സനൽ കൂടി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അവനും ഇതിൽ എന്തെങ്കിലും പങ്ക് കാണും. നയന ആദ്യം നോക്കി പറഞ്ഞതും നിമിഷ നയനയെ തുറിച്ചു നോക്കി. ഡി, എനിക്കറിയായിരുന്നടി നീ ചതിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പ്ലാൻ മാറ്റിപ്പിടിച്ചത്. നിമിഷ ക്രൂരമായ ഭാവത്തോടെ നയനയുടെ കഴുത്ത് പിടിച്ചു മുറുക്കിക്കൊണ്ട് പറഞ്ഞു. അവരെല്ലാവരും കൂടി നിമിഷയെ പിടിച്ചു മാറ്റി. ഡാ ശ്യാം, ഗോകുൽ, ഇവളെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുവിടാനേ ഇവളുടെ വീട്ടുകാരോട് പറഞ്ഞേക്ക്. ഞങ്ങളെ സനലിനെ പൊക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ ആദി ഷെബിയും കൂട്ടി അവിടെ നിന്ന് പോവുകയായിരുന്നു. ആദ്യം ഷെബിയും നന്നായി പെരുമാറിയപ്പോഴാണ് സനൽ വാ തുറന്നത്. ആദിയുടെ കൈകരുത്തിന് മുന്നിൽ സനലിനെ പിടിച്ചു നിൽക്കാനായില്ല. തല്ലുകൊണ്ട് അവശനായ അവൻ പ്രിയയെ ഒളിപ്പിച്ച സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. കോളേജിൻ്റെ പിൻഭാഗത്തെ പഴയ ചെറിയ കെട്ടിടത്തിലേക്കാണ് സനൽ അവരെ കൂട്ടിക്കൊണ്ടു പോയത്. മുൻപത്തെ സയൻസ് ലാബായിരുന്നു അത്. സൗകര്യക്കുറവ് മൂലം അത് പിന്നീട് ഒഴിച്ചിടുകയായിരുന്നു. സനൽ അവിടുത്തെ ഒരു മുറി ചൂണ്ടിക്കാട്ടിയതും ആദ്യം അവനെ പിടിച്ചു തള്ളി അകത്തേക്ക് കയറി. ചെറുതായിട്ട് ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ഒരു മൂലയ്ക്ക് വായു മൂടിക്കെട്ടി കൈയും കാലും കൂട്ടിക്കെട്ടിയ നിലയിൽ പ്രിയയെ കണ്ടതും ആദിയുടെ നെഞ്ച് പിടഞ്ഞുപോയി. അവളുടെ അരികിൽ ചെന്ന് വായിലെ കെട്ടഴിച്ചതും പ്രിയ നിറഞ്ഞ കണ്ണാലെ അവനെ ഒന്ന് നോക്കി. അവളുടെ കൈയിലെയും കാലിലെയും കെട്ടുകൾ അഴിച്ചു മാറ്റി അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അവൾക്ക് അവനെ തിരികെ പുണരാൻ പോലും ശേഷിയുണ്ടായിരുന്നില്ല. ആദിയുടെ ചുണ്ടുകൾ അവളുടെ നിറയിൽ അമർന്നുകൊണ്ടിരുന്നു. അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ആദ്യം അവളുടെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ തൻ്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. അവളുടെ മുഖത്ത് നിറയെ അടികൊണ്ട പാടുകളായിരുന്നു. ആദ്യം അവളുടെ കവിളുകൾ പതിയെ തലോടിയതും അവളൊന്ന് എരിവലിച്ചു. ആദി, അവരെന്നെ പ്രിയ എന്തോ പറയാൻ വന്നതും ആദി ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന പോലെ അവളെ തടഞ്ഞു. പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ അതേപോലെ നിലത്തേക്ക് ഊർന്നു വീണുപോയി. അവൻ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു ആ മുറി വിട്ടിറങ്ങി. പ്രിയയുമായി വരുന്ന ആദിയെ കണ്ട് എല്ലാവർക്കും ആശ്വാസമായി. പ്രിയയും കൊണ്ട് ഒരു ക്ലാസ് മുറിയിലേക്കാണ് അവൻ ചെന്നത്. പ്രിയയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ചു കഴിഞ്ഞതും പ്രിയയ്ക്ക് ചെറുതായി ആശ്വാസം തോന്നി. മിന്നുവിനും പൂജയ്ക്കും നയനയ്ക്കും പ്രിയയുടെ അവസ്ഥ കണ്ടതും നല്ലോണം സങ്കടം തോന്നി. അവരെ കണ്ടതും പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഫൈനൽ ആരംഭിക്കാൻ ഇനി വെറും 15 മിനിറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിനാൽ ആദ്യം അവരേക്ക് ഗ്രൗണ്ടിലേക്ക് പറഞ്ഞയച്ചു. പ്രിയ, നിനക്ക് കളിക്കാൻ പറ്റുമോ? ഫൈനൽ ഇപ്പോൾ തുടങ്ങും. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ബെഞ്ചിൽ തളർന്നിരിക്കുകയായിരുന്ന പ്രിയ ആദ്യം പറഞ്ഞത് കേട്ടതും എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. പ്രിയ, ആർ യു ഓക്കെ നൗ? അവൾ ഇല്ലെന്ന പോലെ തലയണക്കി. ആദി, എൻ്റെ വയറിൻ്റെ ഭാഗത്ത് നല്ലോണം വേദനയുണ്ട്. ആ നിമിഷം എൻ്റെ വയറിലേക്ക് ചവിട്ടിയായിരുന്നു. ഒരുപാട് പ്രാവശ്യം ചവിട്ടി. ദേ, എൻ്റെ കൈ രണ്ടും അവൾ ചവിട്ടി ഞെരിച്ചു. നല്ല വേദന ആദി. പിന്നെ വയറിൽ വല്ലാത്തൊരു നീറ്റലും. ആദിക്ക് നേരെ തൻ്റെ കൈ നീട്ടി അവൾ നിറഞ്ഞ മിഴിയാലെ പറഞ്ഞു. ശേഷം അവൾ തൻ്റെ വയറിന് മേലെ കൈവച്ചതും അവളുടെ മുഖം വേദന കൊണ്ട് ചുളുങ്ങി. അത് കേട്ടതും ആദിക്ക് നിമിഷയോടുള്ള വെറുപ്പ് കൂടി വന്നു. ഞാനൊന്ന് നോക്കട്ടെ, കുഴപ്പമുണ്ടോ? അവൻ സൗമ്യമായി ചോദിച്ചു. വേദനയുടെ കാഠിന്യം കൊണ്ട് അവൾ ഇല്ലെന്ന പോലെ തലയനക്കി. ആദ്യം അവൾ ഇട്ടിരിക്കുന്ന ജേഴ്സി പൊക്കി നോക്കിയതും വയറിൽ പൊക്കിൾച്ചുഴിയുടെ മേലെയായി ഒരു ഭാഗം മുഴുവനും കരിനീലിച്ച് വിവരണമായി കിടക്കുന്നത് കണ്ടതും അവൾക്ക് എത്രത്തോളം വേദനയുണ്ടാവാമെന്ന് അവൻ ആ നിമിഷം മനസ്സിലാക്കുകയായിരുന്നു. അവൻ തൻ്റെ വിരൽ കൊണ്ട് ചതവിലൊന്ന് തൊട്ടതും അവളിൽ നിന്നും ഒരേങ്ങൽ പുറത്തു വന്നു. അവൻ പെട്ടെന്ന് തൻ്റെ കൈ പിൻവലിച്ചു. പ്രിയ, വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ആദ്യം അവളുടെ ജേഴ്സി താഴ്ത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട ആദി, നീ ഒന്ന് തൊട്ടപ്പോൾ എൻ്റെ പകുതി വേദന മാറി. എനിക്ക് കളിക്കണം.
എനിക്ക് ജയിക്കണം. ഞാൻ തോറ്റാ അവിടെ ആദ്യം കൂടിയാണ് തോറ്റു പോകുന്നത്. നീ തോൽക്കുന്നത് എനിക്ക് സഹിക്കില്ല. ആ സനലിൻ്റെ ആഗ്രഹം എന്തായിരുന്നെന്നോ? നിനക്ക് മുന്നേ അവൻ എന്നെ തൊടണമെന്ന്. അതവൻ എൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അന്നേരം ആ നിമിഷം എൻ്റെ കൈ പിന്നിൽ നിന്നും പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവർ പിന്നാലെ വന്ന് എൻ്റെ കഴുത്തിൻ്റെ പിറകിലേക്ക് മരുന്ന് ഇഞ്ചക്ട് ചെയ്യുകയായിരുന്നു. അതോടെ എനിക്ക് ഒന്നിനും പറ്റാതെയായി. അങ്ങനെയാണ് അവരെന്നെ കൊണ്ടുപോയത്. സനൽ എന്നെ തൊടാൻ വന്നതും ഞാൻ അവനിട്ടൊരു തൊഴി കൊടുത്തിരുന്നു. ആ ദേഷ്യത്തിൽ അവൻ എൻ്റെ മുഖത്തേക്ക് ഒരുപാട് തല്ലി. അവൻ്റെ കണ്ണുകൾ എൻ്റെ ശരീരത്തെ കൊത്തി വലിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കാനാവാതെ എനിക്ക് നിൽക്കേണ്ടി വന്നു. പിന്നീട് എൻ്റെ കൈയും കാലും ബന്ധിപ്പിച്ച് അവൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അങ്ങോട്ട് ആരും അന്വേഷിച്ചു വരില്ല എന്നായിരുന്നു അവരുടെ കണക്ക് കൂട്ടലുകൾ. പിന്നീട് രാത്രി അവരുടെ പ്ലാൻ പ്രകാരം എന്നെ അവിടെ നിന്ന് മാറ്റാനായിരുന്നു അവരുടെ ഉദ്ദേശം. അന്നേരം നീ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യാതെ. നീയല്ലാതെ മറ്റൊരാൾ എൻ്റെ ദേഹത്ത് തൊട്ട പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. അത്രയും പറഞ്ഞ അവൾ അവനെ ഇറകെ പുണർന്നു. പിന്നെ ഇത് വെള്ളരിക്കാ പട്ടണാണല്ലോ, എൻ്റെ പെണ്ണിനെ തൊടുകയോ? അതെനിക്ക് കാണണമല്ലോ. ഞാൻ ജീവനോടുള്ളപ്പോൾ ഞാനതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ കാണാനില്ലെന്നറിഞ്ഞാൽ ഇവിടെ അന്വേഷണം നടക്കില്ലേ? ഉറപ്പായും ഞാൻ നിന്നെ കണ്ടുപിടിച്ചേനെ. ഇപ്പം കണ്ടുപിടിച്ചില്ലേ അതുപോലെ. അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ നിന്നും കളഞ്ഞേക്ക്. ആദ്യം അവളെ സമാധാനിപ്പിച്ചു കൊണ്ടേയിരുന്നു. പ്രിയ, വാ നമുക്കേ ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട ആദി, എനിക്ക് കളിക്കണം. പ്രിയ, നീ വെറുതെ വാശി പിടിക്കല്ലേ. വയ്യാതെ നിന്നെ ഞാൻ കളിക്കാൻ വിടില്ല. ഇല്ല ആദി, എനിക്ക് കളിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അവൾ വേദന കഴിച്ചു പിടിച്ച് എഴുന്നേറ്റ് നടന്നു. നടക്കാനുള്ള അവളുടെ ബുദ്ധിമുട്ട് അവൻ തിരിച്ചറിഞ്ഞതും അവൻ അവളെ വിളിച്ചു. പ്രിയ നിൽക്ക്. ആദിയുടെ വിളി കേട്ട് പ്രിയ തിരിഞ്ഞു നോക്കി. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൻ അവളെയും കൈകളിൽ കോരിയെടുത്ത് ഗ്രൗണ്ട് ലക്ഷ്യം വെച്ച് നടന്നു. ആരുടെ മുന്നിലും അതുപോലെ ചെല്ലാൻ അവൻ അന്നേരം ഒരു മടിയും തോന്നിയില്ല. അവൾ തൻ്റേതാണെന്ന് എല്ലാവരും അറിയാം. പിന്നെ താനെന്തിന് എല്ലാവരെയും ഭയക്കണം? എല്ലാവരുടെയും മുന്നിലൂടെ പ്രിയയെ കൊണ്ട് ആദ്യം നടന്നു വരികയാണ്. ഫൈനൽ നടക്കാൻ വെറും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രിയയുമായി ആദ്യം ബാസ്കറ്റ് ബോൾ കോർട്ടിലെത്തിയതും ഗാലറിയിലിരുന്ന് കളി കാണുകയായിരുന്ന ദേവദത്തിൻ്റെ മുഖം ചുളുങ്ങി. അതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ തൊട്ടടുത്തിരിക്കുന്ന മുകുന്ദനിലേക്ക് അയാളുടെ നോട്ടം ചെന്നെത്തിയതും മുകുന്ദൻ തല താഴ്ത്തി. നന്ദ, ഞാൻ എന്തായി കാണുന്നത്? എൻ്റെ മോൾ അത്രയും അവകാശത്തോടെ എല്ലാവരുടെയും മുന്നിൽ കൂടി അങ്ങനെ എടുത്തു വരാൻ ആരാണ് അവന് അനുവാദം കൊടുത്തത്? ഈ കോളേജിൽ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? നീ ഇവിടുത്തെ പ്രിൻസിപ്പൽ അല്ലേ? ദേവദത്ത് വലിഞ്ഞു മുറുകിയ മുഖവുമായി മുകുന്ദന് നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു. ദേവ, അത് പിന്നെ നന്ദ, നീ വാപ്പ് തുറന്നു വല്ലതും പറയുന്നുണ്ടോ? അവർ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. പ്രിയ ഇപ്പോൾ അവൻ്റെ ഭാര്യയാണ്. വാട്ട്? കല്യാണോ? എൻ്റെ മോളുടെ കല്യാണം ഞാൻ അറിയാതെ നടന്നെന്നോ? അതും ഒരു പീറ പയ്യനുമായിട്ട്? എന്താ നടന്നതെന്ന് നീ പറയുന്നുണ്ടോ? മുകുന്ദൻ അവരുടെ കല്യാണം നടന്ന സാഹചര്യം അയാളോട് വിവരിച്ചു. എൻ്റെ മോളെ കിട്ടാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഫേമസ് മ്യൂസീഷ്യനായ ദേവദത്തിൻ്റെ മകളെ കിട്ടാനുള്ള മിനിമം യോഗ്യത പോലും അവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ പ്രായത്തിൻ്റെ തിളപ്പ് കാണിക്കേണ്ടതേ എൻ്റെ മകളുടെ ജീവിതം വെച്ചാണോ? സമ്മതിക്കില്ല ഞാൻ. ദേവാ, നീ അവനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമെന്ന് വേണ്ട. അവൻ്റെ ടാലൻറ്റ് നീ കണ്ടതല്ലേ? അതുമല്ല, അവൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ബിസിനസ്മാനാണ്. AJ ഗ്രൂപ്പ് അത്യാവശ്യം ഫേമസ് ആണ്. അതിൻ്റെ MD ശങ്കർദാസ് അവൻ്റെ അച്ഛനാണ്. അവൻ്റെ അച്ഛൻ്റെ കഴിവോ പണമോ അല്ല എനിക്ക് ആവശ്യം. എൻ്റെ മോളെ കെട്ടാൻ പോകുന്നവൻ സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം എന്നെനിക്ക് നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ. ദേവ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. ഈ വർഷം കഴിഞ്ഞാൽ അവൻ്റെ പഠിത്തം കഴിയും. പിന്നീട് അവൻ്റെ കഴിവ് തെളിയിക്കില്ലേ? മ്യൂസിക്കിലെ അവന് പുലിയാണ്. എങ്ങനെ തെളിയിക്കാൻ? ഇനി അവന് അങ്ങനെ ഒരു അവസരം കിട്ടാൻ പാടാണ്. നേരത്തെ ആയിരുന്നേ ഞാൻ തന്നെ അവന് അവസരം കൊടുത്തേനെ. ഇനി നോ, ഞാനെന്നല്ല ഒരാളും അവന് അവസരം കൊടുക്കില്ല. കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മകളുടെ വിവാഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. അതുപോലെ അതും നടക്കുള്ളൂ. രജിസ്റ്റർ മാരേജ് നടന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഒരുമിച്ച് ജീവിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. ദേവ, അവൻ നല്ല പയ്യനാ. അവന് പ്രിയമോളെ ഭയങ്കര ഇഷ്ടമാണ്. അവളൊരു അനാഥ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടും അവൻ്റെ വീട്ടുകാരും പ്രിയമോളെ സ്വന്തമാണെന്ന് കരുതി സ്നേഹിക്കുക. അടുത്ത മാസം അവരുടെ താലികെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് അവർ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അതിനു മുൻപ് ഞാൻ അവളെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. അത്രയും പറഞ്ഞ് ദേവ് വീണ്ടും ആദിയിലേക്ക് നോട്ടം പായിച്ചതും അയാളുടെ കണ്ണുകളിൽ അവനോട് പകയെരിഞ്ഞു.